എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ഘർ എന്ന പ്രഭാത് എഴുതിയിട്ടുള്ള കഥയുടെ ക്വിക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ 2 മാർക്ക് ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് പോവാം. ഘർ എന്നുള്ളത് പ്രഭാത് എഴുതിയിട്ടുള്ള കഥയാണ്, നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ പാഠത്തിൽ ഒരുപാട് ജീവികളുണ്ട്. ഇപ്പം മനുഷ്യരല്ലാതെ, ഫർഹാദ് അല്ലാതെ നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ഫർഹാദ് എന്നായിരുന്നു. ആ ഫർഹാദ് അല്ലാതെ ഈ ഒരു കഥയിൽ ഒരുപാട് ആളുകളുണ്ട്. അതാരൊക്കെയാണ്? ചിപ്കലി ഉണ്ടല്ലേ. അപ്പോൾ ഇവരുടെ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ചിപ്കലി, ഗിർഗിറ്റ്, മഖിയാം, മക്കടി, മച്ചർ അല്ലെ. ചിപ്കലി പല്ലിയാണ്, ഗിർഗിറ്റ് ഓന്താണ്, മഖിയാം ഈച്ചയാണ്, മക്കടി ചിലന്തിയാണ്, മച്ചർ കൊതുകാണ്, അതുപോലെ കാലി ചീണ്ടി, ചിടിയ, തത്തയ്യ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ആ ഒരു കഥയിലെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഇവരുടെ പേരൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്ത് വെക്കണം. കാരണം ഒരു കോൺവെർസേഷൻ 4 മാർക്കിന് വരും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. സഹി വികൽപ്പ് ചുൻകർ ലിഖേ, ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻ. അബ് ചിപ്കലി അപ്ന ഘർ ക്യോं ബദൽ രഹി ഹൈ. ചിപ്കലി എന്തുകൊണ്ടാണ് ചിപ്കലിയുടെ വീട് മാറാൻ കാരണം? അപ്പോൾ അതിനുള്ള ഉത്തരം ഈ ഓപ്ഷനിൽ ഏതോ ഒന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ക്യോങ്കി ചിപ്കലിനെ അപ്ന നയാ ഘർ ബനാ ലിയാ ഹൈ. ചിപ്കലി സ്വന്തമായിട്ട് പുതിയൊരു വീട് ഉണ്ടാക്കി. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണല്ലേ. ചിപ്കലിയുടെ വീടൊന്നും അല്ല അത്. അപ്പൊ അത് തെറ്റാണ്, ഇതല്ല. ക്യോങ്കി ചിപ്കലി ഫർഹാദ് കെ സാത്ത് രഹനാ ചാഹതാ ഹൈ. ആ ചിപ്കലിക്ക് എന്താണ്? ഫർഹാദിന്റെ കൂടെ താമസിക്കാനാണ് ഇഷ്ടം. അത് ശരിയാണ്. ക്യോങ്കി ചിപ്കലി ഫർഹാദ് കെ ഘർ സേ ഭാഗ്നാ ചാഹതാ ഹൈ. ഫർഹാദിന്റെ വീട്ടിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതുമല്ല. ക്യോങ്കി ബാർ ബാർ ഘർ ബദൽനാ ചിപ്കലി കി ആദത് ഹൈ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട് മാറുക എന്നുള്ളത് ചിപ്കലിയുടെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ഏതാ ഉത്തരം? ഏതാ? ക്യോങ്കി ചിപ്കലി ഫർഹാദ് കെ സാത്ത് രഹനാ ചാഹതാ ഹൈ. ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. മേ കിതനി ബാർ ഹി ഉൻസെ കപ്പടോം കി ഗലി മേ മിലി. എന്നെ എത്ര തവണ അവർക്ക് വസ്ത്രങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്? ബർത്തനോം കി ഗലി മേ മിലി, പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ദരാസ് മാർക്കറ്റ് മേ മിലി, അതായത് ഓരോ മാർക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഡസ്റ്റ്ബിൻ മേ മിലി, വേസ്റ്റ് കുട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ജാഡു കെ പീച്ചെ മിലി, അതായത് ചൂലിന്റെ ഒക്കെ ബാക്കിൽ നിന്ന്, ജാഡു ചൂലാണ്, ചൂലിന്റെ ഒക്കെ ബാക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഹമേശ മുസ്കുരായേ. അപ്പൊ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയലോഗ് ആര് പറഞ്ഞതാണ്? നമുക്കറിയാം അല്ലേ. ഇത് പറഞ്ഞത് ചിപ്കലിയാണ്. അപ്പോ ചിപ്കലി പറഞ്ഞ ഡയലോഗ് ആരെ കുറിച്ചാണ്? ചിപ്കലി ഇവിടെ ആരെ കുറിച്ചാ പറയുന്നത്? യേ ബാത്തേ ചിപ്കലിനെ കിസ്കേ ബാരേ മേ കഹാ. ആരെ കുറിച്ചാ പറഞ്ഞത്? നമ്മുടെ പ്രധാന കഥാപാത്രം ഫർഹാദിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കഥയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ. അപ്പൊ ആ ജീവജാലങ്ങളൊക്കെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. ആജ് ജൈവ വിവിധത നഷ്ട ഹോ ജായേ. ഇന്ന് എന്താണ്? ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആപ്കി റായ് ക്യാ ഹൈ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ്. അപ്പൊ ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. प्रकृति विभिन्न प्रकार के पेड़ पौधों और जीव जंतुओं से भरी है. പ്രകൃതി ഒരുപാട് തരത്തിലുള്ള ജീവജാലങ്ങൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും അല്ലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നതാണ്. പ്രകൃതിക്ക് സൂക്ഷ്മ നിരീക്ഷൺ സേ, പ്രകൃതിയെ സൂക്ഷിച്ചു നോക്കിയാൽ ഇസ് വിവിധത കോ ഹം പെഹചാൻ സക്തേ ഹെ. ഈ ഒരു വൈവിധ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ജൈവ വിവിധത പ്രകൃതി കാ സൗന്ദര്യ और പ്രാൺ ഹെ. ഇങ്ങനെയുള്ള ഈ ഒരു ഡൈവേഴ്സിറ്റി അല്ലെ, ബയോഡൈവേഴ്സിറ്റി, ജൈവ വിവിധത എന്താണ്? നമ്മുടെ സൗന്ദര്യവും അതുപോലെ തന്നെ നമ്മുടെ ജീവനുമാണെന്നാണ് പറയുന്നത്. ऐसी പ്രകൃതി ഹം സബ്കെ ജീവൻ കാ ആധാർ ഹെ. ഈ ഒരു പ്രകൃതിയാണ് എന്ത്? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ആധാരം. നമുക്ക് അറിയുന്ന കാര്യമാണ്. അതഹ പ്രകൃതി കാ സംരക്ഷൺ ഹമാര കർത്തവ്യ ഹെ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയുടെ സംരക്ഷണം എന്താണ്? നമ്മുടെ കർത്തവ്യമാണെന്ന് പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് പാഠഭാഗത്തിലൊരു ചോദ്യത്തിലേക്ക് നോക്കാം. കഹാനി കി ശീർഷക് കി സാർത്ഥകത. അപ്പൊ നമ്മുടെ കഹാനിക്ക് ശീർഷകം എന്താണ്? ഘർ ആണ് അല്ലെ. ഘർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ്. അപ്പൊ ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്. ഓക്കെ,
हम सब प्रकृति की शीतल छाया में सुरक्षित है. നമ്മളെല്ലാവരും പ്രകൃതിയുടെ ആ ഒരു ശീതളമായ ഛായയിൽ, ശീതളമായ ആ ഒരു നിഴലിൽ എന്താണ്? സുരക്ഷിതമാണ്. केवल मनुष्य ही नहीं, असंख्य पेड़ पौधे, पशु पक्षी प्रकृति की सुरक्षा के नीचे जीवन व्यतीत करते हैं. അപ്പോൾ ഇവര് മാത്രമല്ല, നമ്മൾ മനുഷ്യർ മാത്രമല്ല, കുറെ മൃഗങ്ങളും കുറെ മരങ്ങളും എല്ലാം പ്രകൃതിയെ ആശ്രയിച്ച് ഇരിക്കുന്നുണ്ട്. ഇൻമേ മനുഷ്യക ഉത്തരദായിത്വ അന്യോം സേ കാഫി ബഡാ ഹേ. പക്ഷേ നമ്മൾ മറ്റുള്ള ഈ ഒരു മരങ്ങളെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മനുഷ്യരുടെ കർത്തവ്യമാണ് അവിടെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം എന്താണ്? നമ്മളാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്. ഓക്കെ, അപ്പോ പ്രകൃതി എപ്പോഴും നമുക്കൊരു വീടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിന് എല്ലാ ജീവജാലങ്ങളുടെയും കൂടെ വീടാണ് ഫർഹാദിൻ്റെത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്ററിന് ഘർ എന്ന പേരിട്ടത് കൊണ്ട് ഒരു തെറ്റുമില്ല, അല്ലേ? നോക്കൂ, അടുത്ത ചോദ്യം. ചിപ്കലി കി ഖുഷി കാ കാരൺ ക്യാ ഹോഗാ? ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ചിപ്കലിക്ക്, അല്ലേ? നമുക്കറിയാം അതെന്തായിരുന്നു കാരണം. നോക്കിയേ, ചിപ്കലി ബഡി ഖുഷി മേ ഹേ. വളരെ സന്തോഷത്തിലാണ് ആര്? നമ്മുടെ ചിപ്കലി ഇരിക്കുന്നത്, അല്ലേ? ക്യോങ്കി वो फिर से फरहाद के घर रहने जा रही है. അവള് വീണ്ടും ആര്? ചിപ്കലി വീണ്ടും എവിടേക്ക് പോവാണ്? ഫർഹാദിന്റെ വീട്ടിലേക്ക് പോവാണ്. പഹലെ ജബ് വസ് ഉസ്കെ സാത്ത് രഹി ഥി തബി ഉസ്കാ അനുഭവ് ബഹുത് അച്ഛാ ഥാ. മുന്നേ ഫർഹാദിന്റെ കൂടെ താമസിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അനുഭവം വളരെയധികം നല്ലതായിരുന്നു. അപ്നെ ഘർ കെ ചോട്ടെ ചോട്ടെ പ്രാണിയോം സേ ഭി വോ ബഡേ പ്യാർ സേ വോ വ്യവഹാർ കർത്താ ഹേ. അപ്പൊ തന്റെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണിയാവട്ടെ അവരോടൊക്കെ എങ്ങനെയാണ്? വളരെയധികം നല്ല രീതിക്കാണ് ഫർഹാദ് നിൽക്കുന്നത്, അല്ലെ? അതിനെയൊന്നും അടിച്ചോടിക്കൊന്നും ചെയ്യാറില്ല. ഓക്കെ, വോ ശ്രീമാൻ ശാന്തിദാസ് കെ സമാൻ ചിപ്കലിയോം കോ മാർനെ ജാഡു ലേക്കർ ഭാഗ്താ നഹി. അവര് ശ്രീമാൻ ശാന്തിദാസിനെ പോലെ ഈ ചിപ്കലിയെ കാണുമ്പോഴേക്കും എന്താണ്? ചൂലും എടുത്ത് വന്ന് ഓടി അതിനെ ഓടിക്കുന്ന ഒരാളായിരുന്നില്ല. ശ്രീമാൻ ശാന്തിദാസ് കെ ഘർ മേ ജീവൻ ബിതാത്ത ചിപ്കലി കെ ലിയെ അസഹി ഹൈ. ഫർഹാദിനെ അപേക്ഷിച്ച് ശ്രീമാൻ ശാന്തിദാസിന്റെ വീട്ടില് താമസിക്കുക എന്നുള്ളത് നമ്മുടെ ചിപ്കലിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പർ ഫർഹാദ് ചിപ്കലി സെ ജബ് ഭി മിൽതാ ഹൈ. പക്ഷെ ഫർഹാദ് ചിപ്കലി അങ്ങനെ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സഹി മിലാൻ കരെ എന്നുള്ളതാണ്. ചേരുംപടി ചേർക്കുക. ഇവിടെ ഈ ഒരു കഥ അറിയെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കൂ, തത്തയ്യ. ഇവിടെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. തത്തയ്യ ഉണ്ട്. എന്താ തത്തയ്യ? കടന്നല്, അല്ലെ? ചൂഹ എലിയുണ്ട്, കാലി ചീന്തി കട്ടുറുമ്പുണ്ട്, മക്കി ഈച്ചയുണ്ട്. ഈ 4 കഥാപാത്രങ്ങളും ഈ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ അഭിപ്രായത്തിന്റെ ബേസിൽ ഇതിനെ ചേരുംപടി ചേർക്കണം. അപ്പോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്. ഡയലോഗ്സ് നോക്കാം. പത്രക്കാർ ഹോനെ കെ നാത്തെ ഘർ മേ ആതാ ജാതാ രഹതാ ഹൈ. ന്യൂസ് റിപ്പോർട്ടർ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നും പോയും കളിക്കും. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? നമുക്കറിയാം, ഇത് ചൂഹയെ കുറിച്ചാണ് പറയുന്നത്. അടുത്തത്, ചിപ്കലി കോ അപ്നി ബദ് കിസ്മതി കഹത്തി ഹൈ. ചിപ്കലിയെ തന്റെ നിർഭാഗ്യം എന്ന് വിചാരിക്കുന്നത് ഇവിടെ ആരാണ്? അതും മക്കിയാണല്ലേ? മക്കി ഈച്ചയാണ്. ഓക്കെ, അടുത്തത്, മക്കടി ഔർ ചിപ്കലി കോ ചായ പീനെ ബുലാത്തി ഹൈ. മക്കടിയെയും ചിപ്കലിയെയും ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചത് ആരായിരുന്നു? തത്തയ്യായിരുന്നു, അല്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദിവാർ കി പുതായി കി പപ്പടി മേ രഹത്തി ഹൈ. അതായത് ഒരു ചുമരിന്റെ ആ ഇളകിയ പാളിയിൽ നിന്ന് ഇങ്ങനെ തലയിഴത്ത് നോക്കിയിട്ട് എന്താ എന്റെ മക്കള് ഉറങ്ങുന്നില്ല, നിങ്ങൾ ഇങ്ങനെ സൗണ്ട് എടുത്ത് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ കാലി ചീന്തിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അല്ലേ? ഈ ക്വസ്റ്റ്യൻസിന്റെ ബാക്കി ഡിസ്കഷൻ നമ്മുടെ നാളത്തെ ലൈവിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.